My name is Nasir Faruddin, Faculty of English. And in this video, we will be discussing the chapter, The Proposal, written by Anton Chekhov, one of the renowned, one of the most celebrated short story writers in the history of literature. So, The Proposal in the he played, this is a one-act play for your information, he played a പ്ലോട്ട് ഭയങ്കര സിമ്പിളാണ് ആൻഡ് ഇതിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷേ ഈ പ്ലോട്ട് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ആ ഡ്രാമ നമ്മൾ കൃത്യമായി വായിച്ചു പോകുമ്പോഴാണ്. നമ്മൾ വിചാരിക്കാത്തൊരു ലെവലിലേക്ക്, നമ്മൾ വിചാരിക്കാത്തൊരു ഡയമെൻഷനിലേക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാലൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് കാണിച്ചു തരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ആൻഡ് ഈ ചാപ്റ്ററിൽ ദ പ്രപ്പോസൽ എന്ന് പറഞ്ഞ ഡ്രാമയിൽ, വൺ ആക്ട് പ്ലേയിൽ 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ദിസ് ഈസ് റിട്ടൺ ബൈ ആന്റൺ ചെക്കോവ്. സോ ആന്റൺ ചെക്കോവ് എഴുതിയ ഈ പ്ലേയിൽ ദർ ആർ 3 മേജർ ക്യാരക്ടേഴ്സ്. ആൻഡ് ഹൂ ആർ ദേ? ആരൊക്കെയാണ് അവര് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളുടെ പേര് ഇവാൻ വാസിലേവിച്ച് ലോമോ എന്നാണ്. I know it is such a huge name to remember, such a long name to remember, and I want you to remember the last name, Lomo. ഒന്നാമത്തെ ആളാരാണ്? ലോമോ ആണ്. Who is Lomo? A wealthy but hypochondriac neighbor. I want you to remember the word hypochondriac. അതായത് എന്തോ വലിയ അസുഖമുണ്ട് എന്നുള്ളത്, എന്തോ ഒരു വലിയ രോഗമുണ്ട് എന്നുള്ളിൽ വിശ്വസിക്കുന്ന, എന്നാൽ കാര്യമായ രോഗമൊന്നും ഇല്ലാത്ത, എന്നാൽ അതിന്റെ സിംറ്റംസ് കാണിക്കുന്ന, നമ്മൾ സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയും, അത്തരം ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈപ്പോകോൺട്രിയാക് എന്ന് വിളിക്കുക. ആ അഡ്ജക്റ്റീവ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. സോ ലോമോ is a wealthy but hypochondriac neighbor of Chupkov who wants to marry Natalia. സോ അവിടെ 2 പേരും കൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ ആളുടെ പേര് നോക്കാം, സ്റ്റീഫൻ സ്റ്റെഫാനോവിച്ച് ചുപ്കോവ്. സോ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ചുപ്കോവ് എന്ന് പറഞ്ഞ ലാസ്റ്റ് നെയിം മാത്രമാണ്. ഹു ഇസ് ചുപ്കോവ്? എ ലാൻഡ് ഓണർ ആൻഡ് നതാലിയാസ് ഫാദർ. സോ അദ്ദേഹം ഒരു ലാൻഡ് ഓണർ ആണ്. ചുപ്കോവ് നതാലിയയുടെ ഫാദർ ആണ്. ആരാണ് നതാലിയ? നതാലിയ സ്റ്റെഫാനോവ, ചുപ്കോവ്സ് 25-year-old ഡോട്ടർ. ചുപ്കോവിന്റെ 25 വയസ്സ് പ്രായമുള്ള ഡോട്ടർ. ആൻഡ് ഈ പുള്ളിക്കാരത്തെ ആർക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്? ലോമോവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കണേ, ദ പ്രപ്പോസൽ റിട്ടൺ ബൈ ആന്റൺ ചെക്കോവ്. ആന്റൺ ചെക്കോവ്സ് ദ പ്രപ്പോസൽ ഈസ് എ വൺ ആക്ട് പ്ലേ. It is a one-act comedy. It's a one-act play that uses satire. എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത്? സറ്റയർ ആണ്, ആക്ഷേപഹാസ്യമാണ്. സറ്റയർ എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷേപഹാസ്യം എന്നാണ്, അല്ലെ? ഹ്യൂമർ ഉപയോഗിച്ച് ഒരു കാര്യത്തെ എന്ത് ചെയ്യുക? റിഡിക്യൂൾ ചെയ്യാം. ഇനി നോക്കൂ, to highlight the absurdities of human behavior. ഹ്യൂമൻ ബിഹേവിയറിന്റെ, മനുഷ്യന്മാരുടെ ബിഹേവിയറിന്റെ, സ്വഭാവത്തിന്റെ അബ്സേർഡിറ്റീസിനെ കുറിച്ചാണ് ഈ പ്ലേയിൽ പറയുന്നത്. ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ അബ്സേർഡിറ്റി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളത് while you are going through the play, while you are going through the act. നോക്കൂ, The story begins with ഇവാൻ വാസിലേവിച്ച് ലോമോ. നമുക്ക് തൽക്കാലം ലോമോ എന്ന പേര് മാത്രം എടുക്കാം. സോ ഈ കഥ തുടങ്ങുന്നത് എവിടെയാണെന്നാ പറയുന്നത്? ലോമോവ് ചുപ്കോവിന്റെ വീട് വിസിറ്റ് ചെയ്യുമ്പോഴാണ്. ലോമോവും ചുപ്കോവും ആരാണ്? നെയ്ബേഴ്സ് ആണ്. സോ ലോമോവ് ചുപ്കോവിന്റെ വീട് എന്ത് ചെയ്യുന്നു? വിസിറ്റ് ചെയ്യുന്നു. സോ വീണ്ടും ഈ ക്യാരക്ടേഴ്സിന്റെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. ലോമോ ആരാണ്? ഒരു വെൽത്തി ആയിട്ടുള്ള, ഹൈപ്പോകോൺട്രിയാക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരുടെ നെയ്ബറാണ്? ചുപ്കോവിന്റെ നെയ്ബറാണ്. സോ ചുപ്കോ ഒരു ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്, എന്നാൽ ലോമോ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. സോ ഈ ലോമോവ് ചുപ്കോവിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്തിനാണ്? ടു പ്രപ്പോസ് നതാലിയ സ്റ്റെഫനോവ. ആരെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നതാലിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും കാര്യം കിട്ടി. ഇനി നോക്കി, ചുപ്കോവ് വെൽക്കംസ് ലോമോ വാംലി. അല്ലെ, ചുപ്കോവ് വളരെ വാമായിട്ട് ആരെ വെൽക്കം ചെയ്യുന്നു? ലോമോവിനെ വെൽക്കം ചെയ്യുന്നു. അസ്യൂമിങ് ഹി വാസ് കം ഫോർ ബിസിനസ്. അയാൾ വിചാരിച്ചത്, ചുപ്കോ വിചാരിച്ചത് ലോമോയുടെ എന്തിനാ വന്ന്? പണവുമായിട്ട്, പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനാണ് എന്നാണ് വിചാരിച്ചത്, അസ്യൂം ചെയ്തത്. When Lomo reveals that he intends to propose Natalia. പക്ഷെ അപ്പോഴാണ് ലോമോ പറയുന്നത്, എൻ്റെ ഇന്റൻഷൻ, എൻ്റെ ഉദ്ദേശം ആരെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മകളായിട്ടുള്ള നതാലിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ Chupkov is overjoyed. Chupkov is excited, overjoyed. He became extremely happy and calls her into the room, calls Natalia into the room. And here comes the drama. Here comes the twist. Nogu. However,
Instead of directly proposing, Lomo starts a conversation about a piece of land called Oxen Meadows. നത്താലിയെ ആ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ നത്താലിക്ക് അറിയണ്ടായിരുന്നില്ല. നത്താലിയ വാസ് അൺഅവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് Lomov came here to propose. ലോമോ ഇവിടെ വന്നത് തന്നെ പ്രപ്പോസ് ചെയ്യാനാണ് എന്ന് നത്താലിക്ക് അറിയണ്ടായിരുന്നില്ല. ആൻഡ് ഡയറക്ട്ലി കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലോമോ എന്തിനെ കുറിച്ച് സംസാരിച്ചു? He started a conversation about a piece of land called Oxen Meadows. Oxen Meadows എന്ന് പറഞ്ഞ ലാൻഡിനെ കുറിച്ച് സംസാരിച്ചു. അതാണ് വലിയ പ്രശ്നമാകാൻ പോകുന്നത്. നോക്കിയോളൂ. This leads to an argument. This conversation about a piece of land called Oxen Meadows led to an argument. ഒരു ആർഗ്യുമെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു. Because both Lomov and Natalia, രണ്ടുപേരിലെ ലോമോവും നത്താലിയും എന്ത് ചെയ്യുന്നു? They both claim, അവർ രണ്ടുപേരും ക്ലെയിം ചെയ്യുന്നു എന്താ? ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ്. ഈ ലാൻഡ് ഞങ്ങളുടേതാണ്, ഈ ലാൻഡ് ഞങ്ങളുടെ കുടുംബക്കാരുടെയാണ് എന്ന് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ക്ലെയിം ചെയ്യുന്നു. The argument escalates. ആർഗ്യുമെന്റ് എന്ത് ചെയ്യുന്നു? ഇന്റൻസിഫൈ ചെയ്യുന്നു, എസ്കലേറ്റ് ചെയ്യുന്നു, കൂടുതൽ എന്ത് ചെയ്യുന്നു? രൂക്ഷമാവുന്നു. With each side accusing the other of dishonesty. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഡിസോണസ്റ്റ് ആണ്, നിങ്ങൾ കളവ് പറയാണ്, നിങ്ങൾ ഈ ലാൻഡ് എൻക്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഡിസോണസ്റ്റ് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും അക്യൂസ് ചെയ്യാണ്, കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. The argument escalates with each side accusing the other of dishonesty. Lomo, who has health issues, ഞാൻ നേരത്തെ പറഞ്ഞു ലോമോവിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? ലോമോവ് ഹൈപ്പോകോൺട്രിയാക് ആണ്. ലോമോ എന്താണ്? ഹൈപ്പോകോൺട്രിയാക് ആണ്. സോ ദ ആർഗ്യുമെന്റ് എസ്കലേറ്റ്സ്. ഞാൻ പറഞ്ഞു ലോമോ ഹു ഹാസ് ഹെൽത്ത് ഇഷ്യൂസ് becomes overly agitated. ലോമോ ഭയങ്കര എന്താവുന്നുണ്ട്? ഈ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അജിറ്റേറ്റഡ് ആവുന്നുണ്ട്, ആങ്ഷ്യസ് ആവുന്നുണ്ട്, അല്ലെ, ടെൻസ്ഡ് ആവുന്നുണ്ട്, ആംഗ്രി ആവുന്നുണ്ട്. ഇനിയോ ആൻഡ് സ്റ്റോംസ് ഔട്ട് ഓഫ് ദ ഹൗസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ബൈ ദ വേ, ഞാനിതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ കുറെ കുഞ്ഞു ട്രിവിയൽ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ബട്ട് ഇൻ ആൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഐ ഡോണ്ട് വോണ്ട് യു ടു റിമെമ്പർ ഓൾ ദി ട്രിവിയാലിറ്റീസ്. You can have a good read. You can go through the play if you have time. And I suggest you to read that play. രസമുള്ള പ്ലേ ആണ്. ബട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഈ ട്രിവിയാലിറ്റീസിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്സൻ മെഡോസിനെ കുറിച്ച് ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു. ആര് പുറത്തേക്ക് പോകുന്നു? ലോമോ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നോക്കൂ. After Lomov leaves, Chupkov reveals to Natalia that Lomov had come to propose to her. So it is only now Natalia came to realize that the actual intention of Lomov was to propose her. And Natalia, shocked. Natalia was taken aback. Natalia couldn't digest that because Natalia wanted to marry Lomo because Lomo is a wealthy man. So നത്താലിയക്ക് ലോമോവിനെ കല്യാണം കഴിച്ചാൽ ഒരുപാട് എന്തുണ്ട്? ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ത് ബെനിഫിറ്റ്സ് ഉണ്ട്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് പക്ഷെ നത്താലിയക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നത്താലിയ came to realize that the intention of Lomo was to propose her. So അവൾ എന്താ ലിറ്ററലി ചെയ്തത്? ഒരു മാരേജ് പ്രപ്പോസൽ എന്ത് ചെയ്തതാണ്? തകർത്തയാണ്. അതായത് കൂടുതൽ വെൽത്തി ആവാനുള്ള ഒരു പ്രോബബിലിറ്റിയെ, ഒരു ചാൻസ് അവൾ തട്ടിക്കളഞ്ഞു. അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. Shocked, Natalia insists on calling Lomo back. So നത്താലിയ ഷോക്ക് ആവുന്നു. നത്താലിയ ചുപ്കോനോട് പറയുന്നു, നിങ്ങൾ ലോമോനെ എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുവരുമോ? അയാൾ തിരിച്ചു വിളിക്കൂ എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നു, നിർബന്ധം പഠിക്കുന്നു, വാശി പിടിക്കുന്നു. When Lomo returns, she apologizes and tries to make peace. ലോമോവ് തിരിച്ചു വന്നപ്പോൾ അവൾ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്, and സമാധാനപരമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. But soon they start arguing again. പക്ഷേ വീണ്ടും അവർ എന്ത് ചെയ്യുന്നു? They started arguing. അവർ വീണ്ടും ആർഗ്യൂ ചെയ്യാൻ തുടങ്ങുന്നു. എന്തിനെ കുറിച്ചാണ്? This time over whose dog is superior. ആരുടെ ഡോഗാണ് superior എന്നുള്ളതാണ് ഇത്തവണത്തെ എന്ത് ആർഗ്യുമെന്റിന്റെ സബ്ജക്ട്. ആരുടെ ഡോഗാണ്? രണ്ട് ഡോഗ്സിന്റെ പേര് പറയുന്നുണ്ട്. ഓക്കെ, ഇനിയോ the argument becomes heated, argument becomes intense, and Lomov faints. Lomov എന്ത് ചെയ്യുന്നു? ഫെയിന്റ് ചെയ്യുന്നു. ബിക്കോസ് ഹീസ്, നമ്മൾ പറഞ്ഞു, ആ വേർഡ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ഹൈപ്പോകോൺട്രിയാക് ആണ്. സോ ലോമോ അവിടെ ഫെയിന്റ് ചെയ്യുന്നു. Chupkov, desperate to finalize the proposal, declares them engaged amidst the chaos.
സോ അവിടെ ഒരു എന്താ പറയുക ലഹള നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാവോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ചുപ്കോ, ആരാ ചുപ്കോ? നതാലിയയുടെ ഫാദർ, ഡെസ്പറേറ്റ് ടു ഫൈനലൈസ് ദ പ്രപ്പോസൽ, ആ പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിക്ലെയർസ് ദം എൻഗേജ്ഡ്, അല്ലെ, അവർ രണ്ടുപേരും എൻഗേജ്ഡ് ആയി എന്ന് എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. എന്തിനിടയിൽ വെച്ചിട്ട്? amidst the chaos. Although the couple continues to bicker, the play ends on a comic note, highlighting the triviality of the disputes. അല്ലെ, അവരുടെ ഡിസ്പ്യൂട്ട്സിന്റെ, അവരുടെ പ്രശ്നങ്ങളുടെ ട്രിവിയാലിറ്റീസ്, നിസ്സാരമായ കാര്യങ്ങളെ കുറിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പ്ലേയുടെ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ദ പ്ലേ ഈസ് എ ഹ്യൂമറസ് ടേക്ക് ഓൺ ഹ്യൂമൻ ഗ്രീഡ്. എന്തിനെ കുറിച്ചൊക്കെയാണ് ഈ പ്ലേ സംസാരിക്കുന്നത്? മനുഷ്യന്റെ ഗ്രീഡിനെ കുറിച്ച്, ആർത്തിയെ കുറിച്ച്, മെറ്റീരിയലിസം, അല്ലെ, നമ്മൾ മെറ്റീരിയൽ പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പണം, ലാൻഡ്, പ്രോപ്പർട്ടി, അല്ലെ, മെറ്റീരിയലിസം. ഇനിയോ ആൻഡ് ദി സൂപ്പർഫിഷ്യൽ നേച്ചർ ഓഫ് റിലേഷൻഷിപ്സ്, അല്ലെ, നമുക്ക് അത്രയും നേരം ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്ന നതാലിയ, when she came to know that the intention of Lomo was to propose her, അവള് നേരെ തിരിഞ്ഞു. അവൾക്ക് എന്താ വേണ്ടത്? ഓക്കെ, ശരി, എന്നാൽ പിന്നെ ആരെ കല്യാണം കഴിച്ചേക്കാം എന്ന് തീരുമാനിച്ചു. സോ ഈ സൂപ്പർഫിഷ്യലാണ്, ഭയങ്കര ഉപരിപ്ലവമാണ്, സബ്സ്റ്റാൻഷ്യൽ അല്ല. സൂപ്പർഫിഷ്യൽ എന്ന് വെച്ചാൽ സബ്സ്റ്റാൻഷ്യലിന്റെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ. റിലേഷൻഷിപ്പ് ഒന്നും എന്തല്ല, സബ്സ്റ്റാൻഷ്യൽ അല്ല. സോ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദിസ് ക്ലാസ്. ഐ വാണ്ട് യു ടു ഫോക്കസ് ചെയ്യാം. നോക്കൂ, പ്രീവിയസ് ഇയറിൽ CBSE എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നത് എന്നുകൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ: how does the play The Proposal highlight the petty nature of arguments between Lomo and Natalia? ലോമോവും നതാലിയയും തമ്മിലുള്ള ആർഗ്യുമെന്റ്സിന്റെ നേച്ചർ, അത് എത്രത്തോളം പെറ്റിയാണ്, എത്രത്തോളം നിസ്സാരമാണ് എന്ന് എങ്ങനെയാണ് ഈ പ്ലേ ഹൈലൈറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തത്, what does the title The Proposal signify? പ്രപ്പോസൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? justify your answer. Then discuss the themes of the materialism and pride as depicted in the proposal. So ഈ പറയുന്ന രണ്ട് തീംസ്, എന്ത്? മെറ്റീരിയലിസം ആൻഡ് പ്രൈഡ്, അല്ലെ, എങ്ങനെയാണ് ഈ പ്ലേയിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്, ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ഡു ദ ആർഗ്യുമെന്റ്സ് ഇൻ ദ പ്രപ്പോസൽ റിഫ്ലക്ട് ഹ്യൂമൻ വീക്ക്നെസ്? മനുഷ്യന്മാരുടെ വീക്ക്നെസ്സിനെ എങ്ങനെയാണ് ഈ പറയുന്ന പ്രപ്പോസലിലെ ആർഗ്യുമെന്റ്സ്, വാദപ്രതിവാദങ്ങള് എന്താ പറയുന്നത്, റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഒരു ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാനിതിൻ്റെ മോഡൽ ആൻസേഴ്സ് തരട്ടെ. ഓക്കെ ആണോ? റെഡി ആണോ? നോക്കൂടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: how does the play The Proposal highlights the petty nature of arguments between Lomo and Natalia? So ഞാനൊരു സാമ്പിൾ ആൻസർ തരാം. I don't want you to write the exact answer, but your answer would be somewhat like this. നോക്കൂ, ആൻസർ: the play The Proposal highlights the petty nature of argument through the constant quarrels between Lomo and Natalia over trivial matters. Trivial means simple, nissaramaya, such as the ownership of Oxen Meadows and the superiority of the dogs. അല്ലെ, രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. രണ്ടും superiority of dogs നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ട്രിവിയൽ ആണ് തോന്നുന്നുണ്ട്. ഓക്സൺ മെഡോസും വളരെ ട്രിവിയൽ ആണ്, നമുക്ക് പ്ലേ വായിക്കുമ്പോൾ മനസ്സിലാവും. Instead of focusing on Lomo's proposal, they indulge in heated disputes. അല്ലെ, അവർ വ്യാപൃതരാകുന്നു, ഇൻഡൽജ് ചെയ്യുന്നു, ഇമ്മേഴ്സ് ചെയ്യുന്നു, അല്ലെ. ഇമ്മേഴ്സ് പോസിറ്റീവ് ആണ്, കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് വേർഡാണ്. ഇൻഡൽജ് കുറച്ചുകൂടെ നെഗറ്റീവ് കൊണോട്ടേഷനുള്ള വേർഡാണ്, അതുകൊണ്ടാണ് ഇൻഡൽജ് ഉപയോഗിച്ചത്. ഇൻ ഹീറ്റഡ് ഡിസ്പ്യൂട്ട്സ് ഷോയിങ് ഹൗ മൈനർ ഇഷ്യൂസ് ക്യാൻ ഓവർ ഷാഡോ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. അല്ലെ, ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻസിന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ ഷാഡോ ചെയ്യാൻ പറ്റും. ദിസ് റിഫ്ലെക്ട്സ് ഹ്യൂമൻ നേച്ചേഴ്സ് ടെൻഡൻസി ടു പ്രയോറിറ്റൈസ് പ്രൈഡ് ആൻഡ് മെറ്റീരിയലിസം ഓവർ റിലേഷൻഷിപ്പ്. അല്ലെ, ഒരു ഹ്യൂമൻ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ത്? ഈ പറയുന്ന റിലേഷൻഷിപ്പിന് മുകളിൽ എന്തിനും ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റൈസ് ചെയ്യാം? പ്രൈഡും മെറ്റീരിയലിസവും. സോ ദിസ് ഇസ് എ സാമ്പിൾ ആൻസർ. നിങ്ങളോട് ചോദിച്ചത് ലോങ് ആൻസർ ആണോ ഷോർട്ട് ആൻസർ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇതിന്ന് ഇൻസ്റ്റൻസസ് എടുത്തിട്ട്, നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ നിന്ന് ഇൻസ്റ്റൻസസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: what does the title The Proposal signify? Justify your answer. The Proposal എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ആ ആൻസർ ഉണ്ടാവും, ബട്ട് ഐ ഗിവ് യു വൺ. The title The Proposal signifies Lomo's intention to marry Natalia. അതാണല്ലോ പ്രപ്പോസൽ. ലോമോവിന്റെ നതാലിയെ മാരി ചെയ്യാനുള്ള ഇന്റൻഷനെ കുറിച്ചാണ് പറയുന്നത്. However, the play humorously portrays how his proposal becomes secondary to the character's petty
quarrels അല്ലേ? പക്ഷെ ഈ ഇന്റൻഷൻ അവരുടെ പെറ്റി ക്വാറൽസിന് മുമ്പിൽ എന്താവുന്നു? സെക്കൻഡറി ആവുന്നു. ദ ടൈറ്റിൽ ഈസ് ഐറോണിക്. ടൈറ്റിൽ ഭയങ്കര എന്താണ്? ഐറോണിക് ആണ്. എന്താ ഐറോണിക് എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐറോണിക് എന്ന് നമുക്ക് പറയാം. നോക്കൂ, as it contrasts with the chaos and absurdity that ensues during the proposal, making it more about materialism ആൻഡ് പ്രൈഡ് ദാൻ ലവ്. സോ ഈ പറയുന്ന പ്രപ്പോസൽ എന്നാണ് ഇതിൻ്റെ ടൈറ്റിലെങ്കിലും ഇതിൽ ലവും റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫോക്കസ് ചെയ്യപ്പെടുന്നത് മെറ്റീരിയലിസം, പ്രൈഡ്, ട്രിവിയാലിറ്റീസ് ഇതിലൊക്കെയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the second last question. Discuss the themes of materialism and pride as depicted in the proposal. വീണ്ടും ആ പറയുന്ന തീംസ് ഉണ്ടല്ലോ, മെറ്റീരിയലിസം, പ്രൈഡ് എങ്ങനെയാണ് ഡെപ്പിക്ട് ചെയ്തിട്ടുള്ളത്. The play depicts materialism through the characters' obsession with property and wealth. അല്ലേ? ഈ പറയുന്ന ലോമോ ആണെങ്കിലും ചുപ്കോ ആണെങ്കിലും നെത്താലി ആണെങ്കിലും ഇവരൊക്കെ ഒബ്സസ്ഡ് ആണ്. ഓവർലി എന്താണ്? ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കര കൺസേൺഡ് ആണ്, ഒബ്സഷൻ ആണ് എന്നതിനെ കുറിച്ച്, വിത്ത് പ്രോപ്പർട്ടി ആൻഡ് വെൽത്ത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മെറ്റീരിയലിസം ആണ്. ഇനിയോ, Lomo and Natalia argue over oxen meadows, valuing land more than their relationships. Pride is evident in their stubbornness during arguments. അല്ലേ? ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ആർഗ്യുമെന്റിലുള്ള വാശി പിടുത്തം, സ്റ്റബോർനെസ് ഇവിടെ പ്രൈഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് നെയ്തർ വില്ലിംഗ് ടു കോംപ്രമൈസ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് കൊടുക്കാൻ, ഹ്യൂമൻ ഇമോഷൻസിനെ വാല്യൂ ചെയ്യാൻ ഒന്നും തയ്യാറാവുന്നില്ല. അവർ ഭയങ്കര സ്റ്റബേൺ ആണ്. These themes highlight the shallow priorities of society. അല്ലെ? ഭയങ്കര ഷാലോ ആയിട്ടുള്ള, സബ്സ്റ്റാൻഷ്യൽ അല്ലായിട്ടുള്ള, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, സബ്സ്റ്റാൻഷ്യൽ അല്ലാത്ത സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പ്രയോറിറ്റീസിനെയാണ് കാണിക്കുന്നത്. മേക്കിംഗ് ദ പ്ലേ എ സെറ്റയർ ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഇത് ആക്ച്വലി എന്താണ്? മനുഷ്യന്മാരുടെ ബിഹേവിയറിനെ കുറിച്ചൊരു സെറ്റയർ ആണ്, ആക്ഷേപഹാസ്യമാണ്. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the last question from this particular section. How do the arguments in the proposal reflect human weakness? എങ്ങനെയാണ് ഇതിൽ ആർഗ്യുമെന്റ്സ് ഹ്യൂമൻ വീക്ക്നെസ്? നമ്മൾ പറഞ്ഞു ആൻസർ തന്നെയാണ്, അതിനെ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ട്വീക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. The arguments in the proposal reflect human weakness such as pride, greed and lack of emotional intelligence. ഏതൊക്കെയാണ്? പ്രൈഡ്, ഗ്രീഡ്, ലാക്ക് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇൻസ്റ്റെഡ് ഓഫ് റിസോൾവിംഗ് കോൺഫ്ലിക്ട്സ് മെച്യൂർലി, അല്ലെ, വളരെ മെച്ചുറായിട്ട് കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുന്നതിന് പകരം ദ ക്യാരക്ടേഴ്സ് ഇൻഡൾജ് ഇൻ പെറ്റി ഡിസ്പ്യൂട്ട്സ് ഓവർ ലാൻഡ് ആൻഡ് ഡോഗ്സ്. അല്ലേ? അവർ ലാൻഡിനെ കുറിച്ചും ഡോഗ്സിനെ കുറിച്ച് ഭയങ്കര പെറ്റി ആയിട്ടുള്ള, ട്രിവിയൽ ആയിട്ടുള്ള, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സിൽ എന്ത് ചെയ്യുന്നു? ഇൻവോൾവ് ആവുന്നു, ഇൻഡൾജ് ചെയ്യുന്നു. Then, this behavior shows how minor issues can distract people from meaningful relationships and important decisions. നോക്കൂ, this behavior shows how minor issues, എങ്ങനെയാണ് കുഞ്ഞു കാര്യങ്ങൾക്ക് ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, വഴിതിരിച്ചു വിടാൻ പറ്റുന്നത് എവിടെ നിന്ന്? ഫ്രം മീനിങ്ഫുൾ റിലേഷൻഷിപ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ ദ പ്രപ്പോസൽ റിട്ടൺ ബൈ ആന്റൺ ചെക്കോ. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. ആൻഡ് ആസ് ഓൾവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡു ലെറ്റ് മീ നോ about the feedbacks, or please do let me know your feedbacks in the comment box. Thank you for watching. I'll see you with yet another video. Thank you.